ഹായ് ഗായ്സ്, നമുക്കിന്ന് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിയ സീഡ് പുഡിംഗ് ആണ്. അതിന് ആവശ്യമായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വേണം. നമ്മൾ എടുത്തിരിക്കുന്നത് സ്ട്രോബെറി, കിവി, ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ബൗൾ എടുത്ത് ആവശ്യത്തിനുള്ള പാലൊഴിക്കാം. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചിയ സീഡ്സ് ആഡ് ചെയ്യുക. നമ്മളിവിടെ 2 സ്പൂൺസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എല്ലാ ഫ്രൂട്ട്സും നമുക്ക് അതിൽ ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ എടുത്ത് വെച്ച് കിവി, സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ഡ്രാഗൺ ഫ്രൂട്ട് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പുഡിങ്ങിന് നല്ലൊരു കളർ കിട്ടും, ഒരു പിങ്കിഷ് കളർ കിട്ടും. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ 3 ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സ്വീറ്റിനായിട്ട് നമുക്ക് കുറച്ച് ഹണി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ പിന്നെ കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേട്ട് ഒരു 2 സ്പൂൺസ് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. നമ്മളിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മോർണിംഗ് ആണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിയ സീഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിയ സീഡ് പുഡിംഗ് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. മോർണിംഗ് കുറച്ച് ഫ്രൂട്ട്സും കൂടെ മുകളിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.